കുത്തി കുത്തി എനിക്ക് ചോരയില്ല എടുക്കാൻ. രാവിലെ 6 മണിക്ക് ഉടുപ്പ് ഇട്ട് എഴുന്നേറ്റ് നേരെ മുഖത്ത് ക്രീമുകൾ വാരി തേക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ ചില യൂട്യൂബേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ചില ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെയോ ഒക്കെ ഈ ചില ബ്രാൻഡുമായിട്ടുള്ള കൊളാബുകളൊക്കെ കണ്ട് അവർ ഇത് നല്ല പ്രൊഡക്റ്റാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് ആ പ്രൊഡക്റ്റ് മേടിച്ച് തേക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. അതായത് ഈ ഏതെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അവർക്ക് കാശ് കിട്ടുന്നതിൻ്റെ പേരിൽ ഒരു ബ്രാൻഡ് കൊടുക്കുന്ന കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് അവരുടെ പ്രൊഡക്റ്റ് അങ്ങോട്ട് 1-2 തവണ മുഖത്തങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഹായ് കൊള്ളാം, ഒരാഴ്ച കൊണ്ട് നല്ല മാറ്റമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് ഈ സാധനമൊക്കെ മേടിച്ച് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ 3G ആയിപ്പോവും. 3G നിങ്ങളുടെ മോന്തായം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഉദാഹരണങ്ങളുണ്ടേ ഒരുപാട്. ഇപ്പോൾ ദാ മൈ വേ ബൈ കല്യാണി, ഞാൻ ഇവരുടെ വീഡിയോ അങ്ങനെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ചില കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഈ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഉടമസ്ഥ അവരൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു, അത് കാശ് മേടിച്ച് തന്നെ ആ പ്രൊഡക്റ്റ് ഇട്ടിട്ട് അവർക്ക് തന്നെ നല്ല മുട്ടം പണി കിട്ടി. ലാസ്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അവരൊരു കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ടു. അവിടെ ചെന്ന് വീണ്ടും പ്രൊമോഷൻ വേണം, ഈ ഇങ്ങോട്ട് കിട്ടിയേ അറിയത്തുള്ളേ അല്ലെങ്കിൽ ഇങ്ങോട്ട് മേടിച്ചേ പരിചയമുള്ളൂ, അങ്ങോട്ട് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം മുഖത്തിന് പണി കിട്ടി. ഏതോ ഒരു സാധനം കാശ് മേടിച്ച് പ്രൊമോട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴും കാശ് അങ്ങോട്ട് തരത്തില്ല. പ്രൊമോഷൻ, അതായത് കൊളാബ് ചെയ്യാൻ നമുക്കെന്ന് അവർ പറഞ്ഞു താല്പര്യമില്ല പറഞ്ഞു. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തപ്പോൾ ചേച്ചിക്ക് ഒരു ഇച്ചിരി ചൊറിച്ചിൽ. ലാസ്റ്റ് ആ ഹോസ്പിറ്റലുകാരും പ്രശ്നക്കാരാണ് എന്നാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചു. കൂടാതെ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ. സ്ഥിരം വീഡിയോസ് ഇട്ടാൽ പോരെ? ആണ്ടിന് സംക്രാന്തിക്കുവാൻ തോന്നുന്നു വീഡിയോസ് ഇടുന്നത്. സ്ഥിരം വീഡിയോകൾ ഇട്, അപ്പോൾ ഈ പ്രൊമോഷൻ്റെ പുറകെ പോകണ്ടല്ലോ. എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, ഈ പല ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ഈ ആഴ്ച ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു, മുഖത്തിടാൻ ഇതാണ് നല്ലത്, നല്ല സൺസ്ക്രീമാണ്, ഇതിന് അങ്ങനെയുണ്ട് ഇതിന് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. 2 ആഴ്ച കഴിയുമ്പോൾ വേറെ പ്രൊഡക്റ്റും കൊണ്ട് വരും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവരപ്പോൾ ഈ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് പല പ്രൊഡക്റ്റുകൾ വാരി ഇങ്ങനെ ഇടുമ്പോൾ ഇതെല്ലാം കൂടെ എന്തായാലും ഇടാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ ഒരാഴ്ച ഒരു പ്രൊഡക്റ്റ്, അടുത്ത ആഴ്ച ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ ഇവർ ഉപയോഗിക്കുമോ? ഇല്ല, ഒരിക്കലും അത് ചെയ്യത്തില്ല. അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാണും. പിന്നെ വീഡിയോ ചെയ്യാനും കാശ് മേടിച്ച് അവരുടെ കൊളാബ് നടത്താൻ വേണ്ടിയിട്ട് അവർ ചുമ്മാ ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, 1 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയും. നമ്മളിൽ കുറേ ആളുകൾ അത് വിശ്വസിച്ച് പോയി ഈ സാധനം മേടിച്ച് മോന്തക്കിടും. ലാസ്റ്റ് മുഖത്തിൻ്റെ കാര്യം ഗോപിയാകും. ഇപ്പോൾ ഈ മൈ വേ ബൈ കല്യാണി അവരുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു സുഹൃത്ത് കോൺടാക്ട് ചെയ്തു. അയാളോട് ആ ഒരു ഹോസ്പിറ്റലുകാർ പറയുന്നത്, യൂട്യൂബറാണ് കോൺടാക്ട് ചെയ്തത്, അയാളോട് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല മോനെ, അവർ പറയുന്ന പോലൊന്നും അല്ല. അവരിവിടെ വന്നു, ഏതോ ഒരു ചുമ്മാ കണ്ട ഓരോന്നൊക്കെ വാരി തേച്ച് ഇവിടെ വന്നു, ഞങ്ങളുടെ അടുക്ക് വന്നിട്ട് ചോദിച്ചു കൊളാബ് തരണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നേരെ അവർക്കെതിരെ തിരിഞ്ഞതാണ് എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ഓരോന്നായി ചുരുളഴിച്ച് തുടങ്ങണ്ടേ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറയണം കേട്ടോ, വീട്ടിൽ ആരെങ്കിലും ഇതുപോലത്തെ ഉണ്ടോയെന്ന്. അതായത് ഏതെങ്കിലുമൊക്കെ കണ്ട പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ നേരെ വാരി മുഖത്തിടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അതോ നിങ്ങൾ അതിൽ പെടാത്ത ആളുകളാണോ? കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതാ ഓരോ വീഡിയോകളായിട്ട് കാണാം. ഫസ്റ്റ് കല്യാണി തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷേ സീച്ചേട്ടന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ ഡെർമറ്റോളജി കോഴ്സൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ എനിക്ക് പറ്റിയൊരു തെറ്റങ്ങോട്ട് പറഞ്ഞു തരാം.
കോസ്മെറ്റോളജിസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഡെർമറ്റോളജിസ്റ്റിനെ കാണാനാണ് പോയത്. ഓക്കെ, അതവിടെ തീർന്നു. ഇനി അടുത്തൊരു കാര്യം, ചേച്ചി ഈ BDS പഠിച്ച ആൾക്കാർ എന്തിനാണ് ചേച്ചി ഇങ്ങനെയുള്ള ക്ലിനിക്കിലൊക്കെ പോയിരിക്കുന്നത്? എൻ്റെ അറിവിൽ BDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡെൻ്റൽ അതല്ലേ പരിപാടി? ഇവിടെ പല്ലിൻ്റെ ആശുപത്രികളില്ലേ, അല്ലെങ്കിൽ ക്ലിനിക്കുകളില്ലേ, അവിടെ പോയിരുന്നാൽ പോരെ? നല്ല പൈസയാണ്, നല്ല പൈസ. ഒരു പല്ലൊക്കെ പറിക്കാതിരുന്ന നല്ല പൈസയാണ്, അവർക്ക് അങ്ങനെ പോയിരുന്നാൽ പോരെ? അപ്പോൾ പിന്നെ BDS ഒക്കെ എടുത്തിട്ട് ഇവർ ഇങ്ങനെ പോയിരിക്കേണ്ട കാര്യമുണ്ടോ? അതോ ഇനി അതിനെക്കാട്ടിലും പൈസയാണോ ഇവിടെയൊക്കെ? എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. എൻ്റെ അറിവിൽ ഒരു പല്ലെടുക്കാനും പല്ലിൽ മറ്റേ ഓരോന്നൊക്കെ കമ്പി ഇടാനും അതിനും ഇതിനൊക്കെ നല്ല കാശാണ്. BDS ഒക്കെ എടുത്തവർക്ക് അവിടെ ഇരുന്നാൽ മതി. പിന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ചേച്ചി പറയുന്നത് ഞാൻ അങ്ങോട്ട് തള്ളിക്കളയുന്നില്ല. പിന്നെ ചേച്ചി എന്തോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് വരുമെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടു. ഒന്നും ഞാൻ വന്ന് നിങ്ങളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? ഹസ്ബൻഡ് പറഞ്ഞ പൊന്നുമോളെ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കരുതേ എന്ന് പറഞ്ഞോ? അതുകൊണ്ടാണോ? അല്ല, എനിക്കൊരു സംശയം. അല്ല, ചേച്ചി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ ബാക്കി കേക്ക്. കോസ്മെറ്റോളജിയുടെ ഒക്കെ അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. എല്ലാം മനസ്സിലായി കുട്ടി, എല്ലാം മനസ്സിലായി. ഫുൾ വീഡിയോ എവിടെ? അതൊന്നും ഇടുക കേട്ടോ, നമ്മൾ വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. വരുമോ ഈ അടുത്തും കാണും? അല്ല അത് പോട്ടെ, നല്ല സങ്കടം ഉണ്ടല്ലേ? അതായത് അവർ പറ്റിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടല്ലേ? അപ്പം നിങ്ങൾ ഈ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ, നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളെയൊക്കെ പറ്റിക്കുന്നതോ? അതിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല? ഒരു തുള്ളി ഉളുപ്പ് പോലും ഇല്ല? നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്തൊരു പ്രൊഡക്റ്റ്, അത് കാരണമല്ലേ നിങ്ങൾക്ക് പണി കിട്ടിയത് അല്ലേ? നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് പണി കിട്ടി. അപ്പം നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എത്ര പേർക്ക് പണി കിട്ടുന്നുണ്ടായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കല്യാണി കുട്ടി? അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു സാധനം കിട്ടുമ്പോൾ നേരെ അതും മേടിച്ച് പ്രൊമോട്ടും ചെയ്ത് കിട്ടുന്ന കാശും എടുത്ത് പോക്കറ്റിട്ട് നടക്കുന്നതല്ലാതെ അത് ഉപയോഗിച്ച് ഇവിടെ എത്ര പേർക്ക് പണി കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരക്കിയിട്ടുണ്ടോ മൈ ഡിയർ കല്യാണി കുട്ടി? പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടെയാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ, പ്രത്യേകിച്ച് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ് കൂടുതൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. മറ്റേ ഗ്ലാമി ഗംഗ, ഞാൻ പലപ്പോഴും ഗ്ലാമി ഗംഗയുടെ വീഡിയോ കാണുമ്പോഴാണ് ഈ ഒരു കാര്യം ആലോചിച്ചിരിക്കുന്നത്. അതായത് ഈ ആഴ്ച ഒരു പ്രൊഡക്റ്റും കൊണ്ട് വരും, നല്ല സാധനമാണ്, നല്ല സൺസ്ക്രീനാണ്. 2 ആഴ്ച കഴിയുമ്പോൾ വേറൊരു സാധനം കൊണ്ട് സൂപ്പറാണ് കേട്ടോ. ഞാൻ ഒരാഴ്ച ഉപയോഗിച്ച് നോക്കി. ഇത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഇവൾ 2 ആഴ്ച മുമ്പല്ലേ വേറൊരു സാധനം കാണിച്ചത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത്. ഈ നാട്ടുകാരിതെല്ലാം കൂടെ മേടിച്ചത് എന്ത് പൊള്ള ക്രീമെല്ലാം കൂടെ മോത്തിട്ട് ഇല്ലാതാവുമല്ലോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത ക്രീമുകളൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുഖത്തിന് എന്തെങ്കിലും ഒരു ക്രീമൊക്കെ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ സ്കിൻ അവർ നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ത് നിങ്ങൾ ചെയ്യണമെന്ന്. അത് മാത്രം ചെയ്താൽ മതി. പിടികിട്ടിയോ? പിന്നെ ഈ സൺ ടാനിങ്ങിനൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പലതും, എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഇടയ്ക്ക് എനിക്ക് ഇട്ട് തരാറുണ്ട്, തൈരൊക്കെ പഴമൊക്കെ ആയിട്ട്. അതൊക്കെ നല്ലതാടേ, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഈ ചുമ്മാ കണ്ണി കണ്ട ക്രീമൊക്കെ വാരി പൊത്തിയിട്ട് എൻ്റെ പൊന്നെ ലാസ്റ്റ് ഇതിനൊക്കെ കിടന്ന് ഓടേണ്ട വരും. ഇതുപോലുള്ള ഈ കല്യാണിയെ പോലുള്ള കുട്ടികൾക്കൊക്കെ കാശുണ്ട്, അവർ തന്നെ കാശുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനമൊക്കെ വിറ്റ് നിങ്ങളെ കാണിച്ച് മണ്ടന്മാരാക്കി അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിയാലും അവർ ആ കാശും കൊണ്ട് ആശുപത്രി പോകും. നമ്മൾ എന്ത് ചെയ്യും സാധാരണക്കാർ? എന്താണെങ്കിലും ഇവരുടെ വീഡിയോ അടിയിൽ വന്നൊരു കമൻറ്റ്, അതായത് ഈ വീഡിയോയിൽ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇന്ന ട്രിവാൻഡ്രത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തുള്ളൊരു സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടു, therefore I am ആണോ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാ റിപ്ലൈ തരണേ പ്ലീസ് എന്ന് ചോദിച്ചപ്പോൾ അതേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞില്ല, പക്ഷേ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചപ്പം അതേ എന്ന് പറഞ്ഞു കൊടുത്തു. അത് പിൻ ചെയ്തിടുകയും ചെയ്തു. ഇത് ഈ പെൺകുട്ടിയുടെ ആരെങ്കിലും ആണോ ഈ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ ഇവളുടെ തന്നെ ഫേക്ക് അക്കൗണ്ട് ആണോ എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും അത് പറയുന്നില്ല. കാരണം ചിലപ്പോൾ ആ സ്ഥലത്തുള്ള ആരൊക്കെങ്കിലും ഇതുപോലെ അയാൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ചിലപ്പോൾ ചോദിച്ചതാണോ, അല്ലെങ്കിൽ ഈ സ്ഥലപ്പേര് പറയുന്നുണ്ടല്ലോ അവിടെ ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളെങ്കിൽ അറിയാവുന്ന ആളുകൾ കമൻ്റ് ഇടും. ചിലപ്പോൾ അങ്ങനെ ആകാം, നമുക്ക് അറിയില്ല. അറിയാത്ത കാര്യം ഞാൻ പറയാൻ നിൽക്കുന്നില്ല.
എന്താണെങ്കിലും ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കി, ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ കണ്ടു, നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അത്യാവശ്യം കുറച്ചൊക്കെ നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ട്. പക്ഷേ എനിക്കിവിടെ ഇത്രേ ചോദിക്കാനുള്ളൂ, കല്യാണി, നീ പ്രൊമോട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ്, അതുകൊണ്ട് തന്നെയാണ് നിനക്ക് പണി കിട്ടിയത് അല്ലേ? എനിക്കത് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ. നീയും ഈ സ്ഥാപനമായിട്ടുള്ള പ്രശ്നം, അതിൽ നീയാണോ പറയുന്നത് കറക്റ്റ്, അല്ലെങ്കിൽ അവരാണോ പറയുന്നത് കറക്റ്റ്, അവർ പറയുന്ന ഒരു വോയിസും ഒക്കെ നമ്മൾ കേട്ടു, ഞാൻ കേൾപ്പിക്കാം അത്. പക്ഷേ എന്നിരുന്നാലും നിൻ്റെ സൈഡും കൂടെ ഞാനൊന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളെ ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് എഴുതി തള്ളുന്നില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നീ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, നീ തന്നെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് നിനക്ക് പണി കിട്ടിയെങ്കിൽ നീ ആലോചിക്കുക, ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കാശ് കിട്ടുമെന്നും പറഞ്ഞ് ഏത് പ്രൊഡക്റ്റും വാരി മുഖത്ത് വിട്ട് അത് നാട്ടുകാരെ കാണിച്ച് നല്ല പ്രൊഡക്റ്റാന്ന് പറയുന്ന ഈ പരിപാടി ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഒരു സ്കാമാണ് സത്യം പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു സ്കാം. ബിസിനസ്സിന് വേണ്ടി കമ്പനിക്കാർ വിളിക്കും നിന്നെയൊക്കെ. നീയൊക്കെയാണ് ചിന്തിക്കേണ്ടത്, മനസ്സിലായോ? ഈ സാധനം ഞാൻ ഇട്ട് നാട്ടുകാരെ കാണിക്കുമ്പോൾ അവർ എന്നെ വിശ്വസിച്ചാണ്. ഈ പല ആഡുകളൊക്കെ പണ്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല, അതൊക്കെ പണ്ട് ആഡെന്ന് പറയായിരുന്നു. ഇന്ന് ആഡെന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഇന്ന് കൈൻഡ് ഓഫ് പ്രൊമോഷനാണ്. അന്ന് ആഡ് ചെയ്യാൻ കാശ് എറിഞ്ഞതിൻ്റെ പകുതി പോലും വേണ്ട. ഇന്ന് ഇതുങ്ങൾക്കൊക്കെ കാശ് കൊടുത്തിട്ട് ഇവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ വിറ്റുപോകും. അത് കമ്പനിക്കാർക്കറിയാം. അത് നിനക്കൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? അതോ നീയൊക്കെ വഴി നാട്ടുകാരങ്ങ് പറ്റിക്കപ്പെടട്ടെ, എൻ്റെ ഫേസ് വെച്ച് നാട്ടുകാരങ്ങ് പറ്റിക്കപ്പെടട്ടെ എന്നൊക്കെ നീ ആഗ്രഹിച്ചിട്ടാണോ ഒരു കൈൻഡ് ഓഫ് റീച്ചിന് വേണ്ടി? അല്ലെങ്കിൽ ബോധമുള്ളവരെ ആരും ഈ ഒരു പരിപാടിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഈ സ്ഥാപനത്തിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിനി അതും കൂടെ ഒന്ന് കേൾക്കാം. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് സിസ്റ്റർ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടഡൈൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക്ക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ മഞ്ജു ചേച്ചിയുടെയൊക്കെ പേര് പറഞ്ഞു തുടങ്ങി. ആ പോട്ടെ, അതൊക്കെ വിടുക. എല്ലാവരും ഇന്ന് ചെയ്യുന്നതാണ്, സ്കിൻ കെയർ പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. നല്ല ഹോസ്പിറ്റലിൽ പോയി നോക്കി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് അവരുടെ സജഷൻസും മേടിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതിനകത്തൊന്നും. ഞാൻ പോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ പെൺകുട്ടി വാരി പൊത്തിയ ക്രീമൊക്കെ അതിലൊക്കെ സ്റ്റിറോയിഡൊക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ളതാണ്. ഇവളുടെയൊക്കെ വാക്കുകൾ കേട്ട്, ഇവളുടെ മാത്രമല്ല, ഞാൻ നേരത്തെ ഒരാളുടെ പേര് പറഞ്ഞല്ലോ, ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഈ പെൺകുട്ടിയെ പോലും ഞാൻ ഇപ്പോഴാണ്, ഈ ഒരു വിഷയം വന്നപ്പോഴാണ് കാണുന്നത്. എനിക്ക് ആ ഗ്ലാമി ഗംഗ അതിനെ മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ അവൾ പോലും പല ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ സജസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരുമ്പോൾ, എൻ്റെ മുഖത്തിട്ടു കണ്ടോ നല്ല വെളുപ്പ് നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെ കണ്ടൻറ്റ് ചിലപ്പോൾ നാച്ചുറൽ കണ്ടൻറ്റ് എന്നൊക്കെയാണെന്ന് പലരും പറഞ്ഞേക്കാം. നാച്ചുറൽ പ്രൊഡക്ട്സ് മാത്രമാണ്. ഈ അടുത്തൊരു സോപ്പ് കണ്ടല്ലോ, നാച്ചുറൽ സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഒരു സോപ്പിനെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. വാരി മേടിച്ച് ഒത്തുമ്പോൾ ഇതുപോലുള്ള സോപ്പുകളാണെങ്കിലും ശരി, ക്രീമുകളാണെങ്കിലും ശരി, ഒന്ന് ആലോചിക്കുക. പണി വന്നാൽ നിങ്ങൾക്ക് മാത്രമേ വരുള്ളൂ, ഇവർക്കാർക്കും ഒന്നും പോകാനില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ പോലും അവൾക്കൊരു പണി കിട്ടിയപ്പോൾ അവൾക്ക് എത്ര രൂപയാണെങ്കിലും കൊണ്ട് കൊടുക്കാനുണ്ട്. പിടികിട്ടിയോ? അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങി തേക്കാതിരിക്കുക. അവരുടെയൊക്കെ വീഡിയോകൾ കണ്ടോളൂ, ലൈഫ് സ്റ്റൈൽ പരിപാടികളും അവർ കുക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ കണ്ടോളൂ. ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് മേടിക്കാതിരിക്കുക. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വേണം, നിങ്ങൾക്ക് സൺസ്ക്രീം ഒരെണ്ണം വേണം, ഡോക്ടറിനെ കാണുക, പറയുക, നിങ്ങളുടെ സ്കിന്നൊക്കെ നോക്കി ഡോക്ടർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം.
അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ്സ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. കൃഷിയിലും ടെക്സ്റ്റൈലും ഒക്കെ ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് അയാള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കുന്നതല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ് മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ്. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കണം നമ്മുടെ ബാഗിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങള് ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോൾ. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനില്ല. ഇതിൽ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, മൈ ഡിയർ കല്യാണിക്കുട്ടി, നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങരുത്. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചെയ്യാതിരിക്കുക. നാട്ടുകാരെ പറ്റിച്ചു, എല്ലായിടത്തു നിന്നും പൈസ വേണം. പ്രൊഡക്റ്റ് അതങ്ങോട്ട് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിന് കാശ് മേടിച്ച് നാട്ടുകാരെ നീയൊക്കെ പറ്റിക്കേ. എന്നിട്ട് നീയും കുറേയൊക്കെ വാരിപ്പോത്ത്. എന്നിട്ട് അതിൻ്റെ പേരിൽ പണി കിട്ടുമ്പോൾ അത് കാണിക്കാൻ ചെല്ലുമ്പോൾ അവിടെയും നിനക്ക് കൊളാബ് വേണമെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നേ ഉണ്ടല്ലോ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെമ്മാടിത്തരം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് ഒറ്റ കാര്യമേ ഉള്ളൂ, വാരി തേക്കാതിരിക്കുക. എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.